നമ്മളിപ്പോൾ പോകുന്നത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഒരു സാധനം പറിച്ചെടുക്കാനാണ്. ഒരാൾ നോട്ടെ. ഓക്കെ, നമുക്കപ്പോൾ അതെടുക്കാൻ പോവാം. എന്നൊരു സ്പെഷ്യൽ ഡിഷാണ് ഈവനിങ് സ്നാക്കിലത്തേക്ക്. കുറേ നാൾ കൊണ്ട് ആഗ്രഹിക്കുന്നു, പക്ഷേ ഉണ്ടാക്കാനായിട്ട് ഇതുവരെ പറ്റിയിട്ടില്ല. സോ നമുക്കിത് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ എന്താണെന്ന് ആദ്യം കാണിക്കാം. ഇതാണ് നമ്മുടെ താരം. അപ്പം ഇത് കാട്ടു ചേമ്പല്ല, ഇത് ചീരച്ചേമ്പെന്ന് പറയുന്ന ഒരു ചേമ്പാണ്. അപ്പം ഇതെന്തായാലും ഈ ചൊറിയത്തില്ലേ, ചില ചേമ്പൊക്കെ എടുക്കുമ്പോൾ അത് ചൊറിയത്തില്ല. അതേസമയം ഈ ചേമ്പ് ഇത് ഇച്ചിരി വലിയ ചേമ്പാണ്. ഇത് അത്യാവശ്യം ചൊറിച്ചിലുണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ഇല ഇല്ല, അതിൻ്റെ ഇല തികയാത്തോണ്ട് അതിൽ 3 ഇലയേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഒരു കിളിറിൻ്റെ ഇല കൂടി എടുക്കും. സോ നമ്മളെടുത്തു. ഓക്കെ, ഒരിലയായിട്ട്. ഇതിപ്പോൾ പച്ചരിയും തുവരപ്പരിപ്പും കുറച്ച് കടലപ്പരിപ്പും കൂടെ ചേർത്തത് നമ്മൾ ഒന്ന് അരയ്ക്കാൻ പോവാണ്. ഇതിൻ്റെ കൂടെ വേറെയും ചേരുവകളുണ്ട്, അതിനില്ല. നമ്മൾ അരച്ചെടുത്തത് ബാക്കിയുള്ള കുറച്ച് മെജോറിറ്റി ആദ്യത്തെ അരച്ച് നമ്മൾ ഇത് കുറച്ച് റിമൈനിങ് സാധനം കുറച്ച് പുളി നോക്കിയിട്ടുണ്ട്. ഇതിന് വറ്റൽ മുളകാണ് ചേർക്കേണ്ടത്. ഇത് അമ്മ വീട്ടിൽ വറ്റൽ മുളക് പൊടിച്ചുണ്ടാക്കിയ മുളക് പൊടി ആയതുകൊണ്ട് അതിന് ഇടും. കുറച്ച് കായം, തേങ്ങ, കുറച്ച് മുളക്, മിക്സ് മിക്സ് മിക്സ്. ഓക്കെ, ഇത് കഴിഞ്ഞ സ്ഥിതി നമുക്ക് ചെയ്തു തുടങ്ങാം. ബാക്കി വീഡിയോ എടുത്തത് റെക്കോർഡായിട്ടില്ലായിരുന്നു. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ മറിച്ചിട്ടിട്ട് നമുക്ക് ചട്നി ഉണ്ടെങ്കിൽ ചട്നിയുടെ കൂടെ കഴിക്കാം, അല്ലെങ്കിൽ വെറുതെ ആണെങ്കിൽ സ്നാക്കായിട്ട് കഴിക്കാം.
അല്ലെങ്കിൽ നമ്മൾ കാന്താരി ചട്നിയാണ് ഞാൻ ഉദ്ദേശിച്ചത്, അങ്ങനെ സെർവ് ചെയ്ത് കഴിക്കാവുന്നതാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫിഷ്.